ഒരേ സമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇമെയിലിന് മറുപടി അയയ്ക്കുക. കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഡിന്നറിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത്തരം രംഗങ്ങൾ നമ്മളിൽ പലർക്കും സുപരിചിതമാണ് അല്ലേ? പലപ്പോഴും ഈ കഴിവ് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. സ്ത്രീകൾ ജന്മന ഒരേ സമയം പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നും പുരുഷന്മാർക്ക് പൊതുവെ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവൂ എന്നും പൊതുവായ ഒരു ധാരണ നിലവിലുണ്ട്. എന്താണ് ഈ ധാരണയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം? ഇതൊരു കെട്ടുകഥയാണോ, അതോ ശാസ്ത്രീയമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു ധാരണ ഇത്ര വ്യാപകമായത്? സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് അഥവാ ബഹുകർമ്മശേഷി കൂടുതലാണോ? പുരുഷന്മാർക്ക് ഈ കഴിവ് കുറവാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. വിമൻ ആർ ബെറ്റർ മൾട്ടി ടാസ്കേഴ്സ് എന്ന വാചകം നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു. ചിലപ്പോൾ പറഞ്ഞിട്ടുമുണ്ടാകാം. വീട്ടകങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഈ ധാരണയ്ക്ക് ബലം കൂടിയാകാം. എന്നാൽ പുരുഷന്മാർക്ക് ഈ കഴിവ് കുറവാണോ? ശാസ്ത്രം എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെയെല്ലാം വീടുകളിലും ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അടുക്കളയിലെ ജോലിക്കിടയിൽ കുട്ടികളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, വീട് വൃത്തിയാക്കുക, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് കഴിവ് ജന്മന ലഭിച്ചതാണോ എന്ന് തോന്നിപ്പോകാം. ആദ്യമായി മൾട്ടി ടാസ്കിംഗ് അഥവാ ബഹുകർമ്മശേഷി എന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു നിമിഷം ഒന്നിലധികം സങ്കീർണമായ ജോലികളിൽ പൂർണ്ണ ശ്രദ്ധ നൽകി അവ ഒരേ കാര്യക്ഷമതയോടെ ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് പരിമിതികളുണ്ട്. നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ റാപ്പിഡ് ടാസ്ക് സ്വിച്ചിങ് ആണ്. അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിൽ ശ്രദ്ധ മാറുന്ന പ്രക്രിയ. ഈ സ്വിച്ചിങ്ങിന് ചെറിയൊരു സമയനഷ്ടവും ഊർജ്ജനഷ്ടവും സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. എന്തുകൊണ്ടാണ് സ്ത്രീകൾ മികച്ച മൾട്ടി ടാസ്കേഴ്സ്മാരാണെന്ന ധാരണ ഇത്ര വ്യാപകമായത്? ഇതിന് പിന്നിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പണ്ടുകാലം മുതൽ സ്ത്രീകൾ വീടിൻ്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, കുട്ടികളെ നോക്കുക, പ്രായമായവരെ പരിചരിക്കുക, ഒപ്പം മറ്റ് സാമൂഹിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിങ്ങനെ ഒരേ സമയം പല തലങ്ങളിൽ അവരുടെ ശ്രദ്ധ ആവശ്യമായിരുന്നു. പുരുഷന്മാർ പൊതുവെ വീടിന് പുറത്തുള്ള കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ജോലികളിൽ ഏർപ്പെട്ടു. ഈ സാഹചര്യങ്ങൾ നിരന്തരം നിരീക്ഷിച്ചതിലൂടെ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് കഴിവ് കൂടുതലാണെന്ന ധാരണ വളർന്നു. വർഷങ്ങളായി വിവിധതരം ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ നിർബന്ധിതരായതിനാൽ സ്ത്രീകൾക്ക് ടാസ്ക് സ്വിച്ചിങ് കൂടുതൽ പരിശീലനം ലഭിച്ചിരിക്കാം. ഏത് കഴിവുമെന്ന പോലെ നിരന്തരമായ പരിശീലനം ഇതിലും മെച്ചപ്പെടാൻ സഹായിക്കും. സ്ത്രീകൾ കൂടുതലായി ഏർപ്പെടുന്ന ജോലികൾക്ക് പലപ്പോഴും ഇടയ്ക്കിടെയുള്ള തടസ്സങ്ങളെയും മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെയും കൈകാര്യം ചെയ്യേണ്ട സ്വഭാവമുണ്ടാകാം. ഇത് അവരിൽ മൾട്ടി ടാസ്കിംഗ് കഴിവ് കൂടുതലാണെന്ന തോന്നലുളവാക്കാം. ഹണ്ടർ ഗെദർ സിദ്ധാന്തം ഇതിലൊന്നാണ്. ഇതനുസരിച്ച് പുരാതന കാലത്ത് പുരുഷന്മാർ വേട്ടയാടൽ പോലുള്ള ദീർഘനേരം ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ജോലികളിൽ ഏർപ്പെട്ടു. അതേസമയം സ്ത്രീകൾ ഭക്ഷണം ശേഖരിക്കുക, കുട്ടികളെ സംരക്ഷിക്കുക, സാമൂഹിക ബന്ധങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ പതിയേണ്ട ജോലികൾ ചെയ്തു. ഇത് തലച്ചോറിൻ്റെ ഘടനയിൽ കാലക്രമേണ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊരു സിദ്ധാന്തം മാത്രമാണ്, പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തലച്ചോറുകൾ തമ്മിൽ ഘടനാപരമായും പ്രവർത്തനപരമായും ചില വ്യത്യാസങ്ങളുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന് തലച്ചോറിൻ്റെ കോർപ്പസ് കലോസം എന്ന ഭാഗത്തിന് സ്ത്രീകളിൽ അല്പം വ്യത്യാസങ്ങളുണ്ടെന്നും അത് വിവരങ്ങൾ കൈമാറുന്നതിലും ടാസ്ക് കൈമാറുന്നതിലും അവരെ സഹായിക്കുന്നുണ്ടാവാം എന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകൾ മൾട്ടി ടാസ്കിംഗ് കഴിവിനെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്നതിൽ ഇന്നും വ്യക്തതയില്ല. ഈ വിഷയത്തിൽ ഗവേഷണങ്ങൾ തുടരുകയാണ്. ഈസ്ട്രജൻ പോലുള്ള സ്ത്രീ ഹോർമോണുകൾ ചിലപ്പോൾ ഓർമ്മ, ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നും ഇത് മൾട്ടി ടാസ്കിങ്ങിനെ പരോക്ഷമായി സഹായിച്ചേക്കാമെന്നും വാദങ്ങളുണ്ട്. എന്നാൽ ഇതും പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രത്യേക മൾട്ടി ടാസ്കിംഗ് ജോലികൾ നൽകി സ്ത്രീകളെയും പുരുഷന്മാരെയും താരതമ്യം ചെയ്തപ്പോൾ കാര്യമായ പ്രകടന വ്യത്യാസങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും പല പഠനങ്ങളും പറയുന്നുണ്ട്. ചില പ്രത്യേകതരം ജോലികളിൽ സ്ത്രീകൾ അല്പം മുന്നോട്ട് നിന്നപ്പോൾ മറ്റു ചിലതിൽ പുരുഷന്മാരാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. പല പഠനങ്ങളിലും പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ അത് സ്ത്രീയായാലും പുരുഷനായാലും
ഓരോ ജോലിയിലുമുള്ള കാര്യക്ഷമതയും വേഗതയും കുറയുമെന്നും തെറ്റുകൾ പറ്റാനുള്ള സാധ്യത കൂടുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ തലച്ചോറിന് ജോലികൾക്കിടയിൽ മാറാൻ ഒരു ചെറിയ സമയം ആവശ്യമുണ്ട്. ഇത് മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലിംഗഭേദത്തെക്കാൾ ഉപരിയായി ഓരോ വ്യക്തിയുടെയും ശ്രദ്ധ, ഓർമ്മശക്തി, പരിശീലനം, ചെയ്യുന്ന ജോലിയോടുള്ള താല്പര്യം, മാനസികാവസ്ഥ എന്നിവ മൾട്ടി ടാസ്കിംഗ് കഴിവിനെ സ്വാധീനിക്കുന്നു. മൾട്ടി ടാസ്കിംഗ് കഴിവ് തെളിയിച്ച പുരുഷന്മാരും ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും ധാരാളമുണ്ട്. അമിതമായ മൾട്ടി ടാസ്കിംഗ് നല്ലതാണോ? സത്യത്തിൽ നിരന്തരമായി പല ജോലികൾക്കിടയിൽ ചാടിക്കൊണ്ടിരിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ദോഷകരമായി ബാധിക്കാനും ചെയ്യുന്ന ജോലിയുടെ ഗുണമേന്മ കുറയ്ക്കാനും സാധ്യതയുണ്ട്. പലപ്പോഴും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് കൂടുതൽ ഫലപ്രദം. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ച മൾട്ടി ടാസ്കേഴ്സ്മാരാണ് എന്ന ധാരണ പൂർണ്ണമായും ശരിയല്ല. അതൊരു അതിലളിതവൽക്കരണമാണ്. സാമൂഹികമായ റോളുകളും പ്രതീക്ഷകളും നൽകുന്ന പരിശീലനം കാരണം സ്ത്രീകൾക്ക് ചില സാഹചര്യങ്ങളിൽ ഒരേ സമയം പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടുതലായി തോന്നിയേക്കാം. എന്നാൽ നിയന്ത്രിത സാഹചര്യങ്ങളിൽ നടത്തിയ പഠനങ്ങൾ വലിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നില്ല. ലിംഗഭേദത്തേക്കാൾ വ്യക്തിഗതമായ കഴിവിനും പരിശീലനത്തിലുമാണ് പ്രാധാന്യം. രണ്ടു കൂട്ടർക്കും മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ കാര്യക്ഷമത കുറയാനും സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് അറിയാം, പുരുഷന്മാർക്ക് അറിയില്ല എന്ന സ്റ്റീരിയോ ടൈപ്പിൽ വിശ്വസിക്കുന്നതിന് പകരം ഓരോ വ്യക്തിയുടെയും കഴിവിനെയും സാഹചര്യങ്ങളിലെയും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജോലികളും ഉത്തരവാദിത്തങ്ങളും പങ്കുവയ്ക്കുന്നതിലും പരസ്പരം സഹായിക്കുന്നതിലുമാണ് കാര്യം. ഒരു വ്യക്തിയുടെ ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവിനെ അളക്കാതിരിക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട്. ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാം. മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ചുള്ള ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകിയെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.